എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ മകനായ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വളരെ ഷോക്കിംഗ് ന്യൂസാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഭാര്യയായ ഇവാന ട്രംപിലുണ്ടായ മകനാണ്. ഇദ്ദേഹത്തിന് 47 വയസ്സുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇയാൾ ഇപ്പോഴുള്ള ഭാര്യയായിട്ട് ഡിവോഴ്സായി, ഏകദേശം 2018 ഡിവോഴ്സായിട്ട് ഇപ്പോഴും സിംഗിളായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടിക്കടിയുള്ള തുർക്കി സന്ദർശനം അത് വലിയ രീതിയിൽ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ഏകദേശം കുറേ നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തുർക്കി യുവതിയുമായിട്ട് ഈ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ വളരെ അടുത്ത സൗഹൃദം പുലർത്തുമെന്നുണ്ട്. ഉടൻ തന്നെ കല്യാണം കഴിക്കാൻ പോകുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൽഫലമായിട്ട് ഈ ലേഡിയുമായിട്ടുള്ള സമ്പർക്കം മൂലം ശരിക്കും ഇസ്ലാമിലേക്ക് ഭയങ്കരമായിട്ട് ആകൃഷ്ടമായി. ഈ ലേഡി ആരാണെന്ന് വെച്ചാൽ ഈ ലേഡിയുടെ ഫാദർ എന്ന് പറയുന്നൊരു വ്യക്തി എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മുല്ലാക്കയാണ്. ആ മുല്ലാക്ക മുഖേന നിരന്തരം ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും ഇതിൽ ആകൃഷ്ടമായിട്ട് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വളരെ ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഭാര്യയായ ഇവാന ട്രംപിലുണ്ടായ കുട്ടിയാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് വലിയൊരു ബിസിനസ് സാമ്രാജ്യമുണ്ട്. നമുക്കറിയാം ഈ ട്രംപിന് ഇന്ത്യയിൽ പോലും മുംബൈയിലെ പൂനെയിൽ പോലും വലിയ രീതിയിലുള്ള ബിസിനസ് സമുച്ചയങ്ങളുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ട്രംപ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ തന്നെ ഏത് ബിഗ്ഗസ്റ്റ് സിറ്റിയിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രംപിൻ്റെ പേരിൽ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇയാളിപ്പോഴും എല്ലാം നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ബിസിനസ് സാമ്രാജ്യം ഫുൾ നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ശരിക്കും പൊളിറ്റിക്സിൽ അധികം ഇടപെടാറില്ല. കൂടുതലും അധികം യാത്ര ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പല പല രാജ്യങ്ങളിലെ കൾച്ചർ ഇതൊക്കെ സ്റ്റഡി ചെയ്യാനും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ. അപ്പോൾ എന്ത് തന്നെയാലും ഇദ്ദേഹത്തിന് ഭാവിയിൽ വലിയ രീതിയിലുള്ള പൊളിറ്റിക്സിൽ താല്പര്യം അതായത് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ അടുത്ത കാലത്തായിട്ട് 1-2 വർഷമായിട്ട് ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് അമേരിക്കയിൽ ഈ ഇസ്ലാമിനെതിരെ ഒരു ആൻറ്റി ഇസ്ലാം ഒരു മൂവ്മെൻറ്റ് എന്നല്ല അങ്ങനത്തെ ഒരു വികാരമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അത് അത്രത്തോളം അമേരിക്ക അങ്ങനെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ജനാധിപത്യം കാണിക്കണം, എല്ലാവരും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാവണം, അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അമേരിക്കയിൽ വേണം എന്നൊക്കെ വാദിച്ചിരുന്നു. അപ്പോൾ തന്നെ അമേരിക്കൻ പൊളിറ്റീഷ്യൻസും അവിടുത്തെ ആൾക്കാരൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് എന്താണ് ഡൊണാൾഡ് ട്രംപിൻ്റെ മകന് എന്താണ് ഇത്തരത്തിലൊരു മാറ്റം എന്നില്ലേ. അപ്പോൾ അത് ശരിക്കും ഇപ്പോഴാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാൾ അടിക്കടി തുർക്കി സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അമേരിക്കയുടെ തന്ത്രപ്രധാനപ്പെട്ട ഒരു പാർട്ണർ തുർക്കി. അപ്പോൾ തുർക്കി നാറ്റോയിലെ ഒരു അംഗമാണ്. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം തുർക്കിക്ക് അമിതമായ രീതിയിൽ ഫണ്ടുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ദുർബലപ്പെടുത്തിയാൽ മാത്രമേ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റൂ. ഇപ്പം ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അമിതമായ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ശരിക്കും ജിയോ പൊളിറ്റിക്സുമായി ഒരു ബന്ധമില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിപ്റ്റോ കറൻസി അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ട് ഡോളർ ഇതൊക്കെ മുൻനിർത്തിയാണ് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള അമിതമായ ഒരു താല്പര്യം ഈ ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപ് ഇപ്പോഴുണ്ടല്ലോ ഈ പതിവിൽ വിപരീതമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും കാലം ഓരോ അമേരിക്കൻ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാലും അവിടെ ഡെമോക്രാറ്റിൻ്റെ ആളായാലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആരും അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അവർ മുന്നോട്ട് പോകൂ. അമേരിക്കയുടെ ഒരു താല്പര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ ബലികഴിച്ചിട്ട് ഒന്നും ചെയ്യില്ല. അതായത് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും ബലികഴിച്ച് മുന്നോട്ട് പോകില്ല. പക്ഷേ ഈ പ്രസിഡന്റുമാരെ എല്ലാം അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായി ഡൊണാൾഡ് ട്രംപ് സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ താരിഫ് ഏർപ്പെടുത്തുന്നു. ആദ്യം 25%, 50%, 100% അങ്ങനെയുള്ള താരിഫ് ഇതൊക്കെ ഇയാളുടെ ബിസിനസ് താല്പര്യം മുൻനിർത്തിയിട്ടാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ന്യൂയോർക്ക് മേയറായിട്ട് സോറൻ മംദാനി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജൻ എന്ന് വേണമെങ്കിൽ പറയാം, അതായത് ഇന്ത്യൻ പാരൻസിലുണ്ടായ ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ അമേരിക്ക വലിയ രീതിയിൽ ഇസ്ലാമിസം അങ്ങനെ കടന്നു പിടിച്ചിരിക്കുകയാണ്. സമസ്ത മേഖലയിലും ഈ ഇസ്ലാമിസ്റ്റുകൾ കടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് ഈ വ്ളോഗേഴ്സൊക്കെ അവിടെ ചെന്നിട്ട് ഈ സ്ട്രീറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ യൂട്യൂബിലൊക്കെ കാണും ഇങ്ങനെ. അപ്പോൾ അവരുടെ അടുത്ത് പല ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് അമേരിക്കയിൽ ഇസ്ലാമിസം വരുമോ, അതായത് അമേരിക്ക എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർക്ക് പോകുന്നില്ല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ദിവസം എന്തായാലും ഫുൾ അമേരിക്ക ഇസ്ലാമിക് കൺട്രി ആകും എന്നുള്ള ഒരുപാട് ആൻസേഴ്സ് അമേരിക്കയിൽ നിന്ന് ആൾക്കാരെ തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സൂചനയായിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാം ഈ സോറൻ മംദാനിയുടെ വിജയം ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇപ്പം ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കണം. അമേരിക്ക ഭാവിയിൽ ഒരു ഇസ്ലാമിക് കൺട്രി ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അത്തരത്തിലാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് അമേരിക്കൻ പൊളിറ്റിക്സിലും അമേരിക്കൻ ജനതയുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ ഒരു പെൻട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ ഹണി ട്രാപ്പ് എന്നൊക്കെ പറയില്ലേ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി
ട്രംപ് ജൂനിയർ ഒരു തുർക്കി വനിതയായിട്ട് പ്രേമത്തിലേർപ്പെടുന്നു. അതായത് കൂടുതലും ഇസ്ലാമിൽ ആകൃഷ്ടമായിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴുണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്, അതായത് ഈ ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണോ എന്ന് നമുക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന തെറ്റു പറയാൻ പറ്റില്ല. ഇതൊക്കെ ആഗോള ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് എല്ലാം വലിയ രീതിയിൽ കണക്റ്റഡ് ആണ്. ഞാൻ ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ തന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യം ഒരു സംഭവമാണ്, എക്സിസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. പക്ഷേ ആരും അതിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ ഒരു ഗവൺമെൻറ് സിസ്റ്റമോ നമ്മുടെ മിഷനറി ഒന്നും അംഗീകരിക്കുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നില്ലേ. പക്ഷേ അതിന് വലിയ നെറ്റ്വർക്കാണ്. അതായത് പിള്ളേരെ കൊണ്ടുവരാനും, അതായത് ഈ ഹിന്ദു മതത്തിലേക്ക് ആകർഷിക്കാനും ഈ മുസ്ലിം പെണ്ണുങ്ങളുടെ ചിലന്തി വല പോലെ പ്രവർത്തിക്കുന്ന ഒരു ഇതുണ്ട്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിൻ്റെ ഇതും ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കരുതിക്കൂടായില്ല. ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമേരിക്ക വലിയ രീതിയിൽ ഇസ്ലാമികവൽക്കരിക്കണമെന്നില്ലേ. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ അമേരിക്ക ഭാവിയിൽ അടുത്തൊരു 25 വർഷം കഴിയുമ്പോൾ ഒരു ഇസ്ലാമിക രാജ്യമാകുമെന്ന് ആരെങ്കിലും തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങളാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുമ്പുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരെ അപേക്ഷിച്ച് അതിലുപരിയായിട്ടാണ് ഈ ഡൊണാൾഡ് ട്രംപ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് അവിടെ കുടിയേറ്റക്കാർക്കെതിരെ വലിയ രീതിയിൽ നമ്മുടെ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ട്രംപിൻ്റെ ബിസിനസ് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇയാൾ ഏതറ്റം വരെയും പോകും, ആർക്ക് വേണ്ടിയിട്ടും എന്തും ചെയ്യും എന്നുള്ളൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടൊരു ഔട്ട്പുട്ട് എന്ന രീതിയിൽ, അതിനൊരു ചെയിൻ ഓഫ് ആക്ഷൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ സ്വന്തം മകൻ ഒരു തുർക്കി വനിതയുമായിട്ട് പ്രണയത്തിലാകുകയും ഇത്തരം എന്താ പറയേണ്ടത് മതം മാറാനുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് ആ ഒരു കോണ്ടക്സ്റ്റിലാണ്. അപ്പോൾ എന്ത് തന്നെയായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഈ അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട രാജ്യമാണ് അമേരിക്ക. അവർ പല രാജ്യങ്ങളും തമ്മിലെടുപ്പിച്ച്, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിൽ വർഷങ്ങളായിട്ട് തമ്മിലെടുപ്പിച്ച് അതിന് ചോര ഊറ്റി കുടിക്കുന്ന ഒരു കുളയട്ടയാണ് ഈ അമേരിക്ക. ഞാൻ ഒരു ഈ കാർഗിൽ യുദ്ധം തന്നെ ഞാൻ പറഞ്ഞുതരാം. കാർഗിൽ യുദ്ധത്തിൽ ശരിക്കും അമേരിക്ക ഇന്ത്യക്കും പാകിസ്ഥാനും ആയുധങ്ങൾ കൊടുത്തിരുന്നു. ആലോചിച്ച് നോക്കിയേ, ഇന്ത്യനെയും പാകിസ്ഥാനും തമ്മിലടിപ്പിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ആ വിഷയത്തിൽ ഫ്യൂൽ ചെയ്യുന്ന അമേരിക്കയാണ്. ഇവർ തമ്മിലടിക്കുമ്പോൾ രണ്ടുപേർക്കും വെപ്പൺസ് കൊടുക്കുന്നത് അമേരിക്കയാണ്. ഇതൊക്കെയാണ് ഇവന്മാരെ ഇത് ഇവിടെ മാത്രമല്ല എല്ലാ രാജ്യത്തും ഇവന്മാരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഇറാനിൽ കയറിയിട്ട് B2 ബോംബർ ഉപയോഗിച്ചിട്ട് ബോംബൊക്കെ ഇട്ടില്ലേ. ഒഫീഷ്യലി ഡൊണാൾഡ് ട്രംപിനെ ദ സോഷ്യൽ ട്രൂത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞില്ലേ നമ്മൾ ഇറാൻ അറ്റാക്ക് ചെയ്തെന്ന്. എന്തിൻ്റെ ആവശ്യമാണ്? പിന്നെ വേറൊരു കാര്യം, ഇന്ത്യയിൽ താരിഫ് അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് എന്താ പറഞ്ഞേ, ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് ഓയിൽ വാങ്ങുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇതേ അമേരിക്കയാണ് റഷ്യയുടെ പക്കൽ നിന്ന് യുറേനിയം വാങ്ങുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ റഷ്യയുടെ പക്കൽ നിന്ന് യുറേനിയം വാങ്ങുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പല്ലേ. ഇവർ പറഞ്ഞ റഷ്യയായിട്ട് ഒരു ഡീലും പാടില്ല. അങ്ങനെയാണ് ഇവർ എന്തുകൊണ്ട് റഷ്യയുടെ പക്കൽ യുറേനിയം വാങ്ങുന്നു? അതാണ് ഇവർ ഇരട്ടത്താപ്പ്. എല്ലാ സ്ഥലത്തും ഇവരെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുമ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. പഴയ മാതിരി അവരുടെ ഡോമിനൻസ് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ വലിയ വലിയ പ്ലേയേഴ്സ് വന്നു. റഷ്യ പണ്ടേ ഉണ്ട്. ഇന്ത്യ പോലുള്ള പ്ലേയേഴ്സൊക്കെ വന്നു. പിന്നെ ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിൽ അവർ മുമ്പ് ചെയ്തു കൂട്ടിയ ചെയ്തികളൊക്കെ എല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഒന്നൊന്നായിട്ട് പലിശ സഹിതം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കയിലെ ഇസ്ലാമിസ്റ്റുകൾ പിടിമുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ തിരിച്ചടികൾ തന്നെ അവർക്കുണ്ടാകും. അതായത് പല സ്ഥലത്തും ബോംബ് സ്ഫോടനം അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉടൻ തന്നെ അമേരിക്കയിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അമേരിക്കയിലെ വലിയ രീതിയിലുള്ള ആൾക്കാരെ പിടിച്ചെടുക്കാൻ വേണ്ടി ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ രീതിയിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മകനായ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. ഇത് ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരും. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.